ജനറൽ ബോഡി യോഗത്തിൽ വാർഷിക റിപ്പോർട്ടിനെ ചൊല്ലി വൻ തർക്കം. വാർഷിക റിപ്പോർട്ട് പാസാക്കാൻ സമ്മതിക്കാതെ സിദ്ദീഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ എന്നിവർ റിപ്പോർട്ടിൽ വ്യക്തത കുറവെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ വികാരാധീനനായാണ് നടൻ മോഹൻലാൽ സംസാരിച്ചത്. ഷീന തർക്കമുണ്ടായിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ടിനകത്ത് എന്ത് അവ്യക്തതയാണ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സൈഫുദ്ദീൻ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് അൻസിബയുടെ തർക്കമോ അല്ലെങ്കിൽ ഈ പടലപ്പിണക്കങ്ങളോ അതൊന്നും തന്നെയല്ല അമ്മയിൽ ആദ്യഘട്ടത്തിൽ ചർച്ചയായത്. അമ്മയുടെ അജണ്ടയ്ക്ക് ശേഷം ആദ്യം തന്നെ ചർച്ചയായത് അമ്മയുടെ വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഒരു റിപ്പോർട്ട്, ഒരു ജനറൽ ബോഡി കൂടുന്നതിന് 21 ദിവസം മുൻപ് ജനറൽ ബോഡിയിലെ എല്ലാ അംഗങ്ങളിലേക്കും ഈ റിപ്പോർട്ട് എത്തേണ്ടതുണ്ട്. പക്ഷേ ഈ അംഗങ്ങളിലേക്കൊന്നും ഈ റിപ്പോർട്ട് എത്തിയിട്ടില്ല. പലവർക്കും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് ഈ ജനറൽ ബോഡിയുടെ വാർഷിക റിപ്പോർട്ട്, പൊതുയോഗത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. വരവ് ചെലവ് കണക്കുകളിൽ കൃത്യമായ വ്യക്തതയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പാസ്സാക്കാതിരിക്കാനുള്ള പ്രധാനമായ കാരണം. ഈ കണക്കുകളിലൊന്നും വ്യക്തതയില്ല. സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് നേരത്തെ അവിശ്വാസ പ്രമേയത്തിൽ ഉന്നയിക്കാൻ പലരും ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇപ്പോഴും പാസ്സായിട്ടില്ല എന്നുള്ളതാണ്. 10 മണിക്ക് തുടങ്ങി വെച്ച യോഗമാണ്. സമയം ഇപ്പോഴും ഈ ഉച്ചയായിട്ടും ഈ യോഗത്തിൽ ഈ വാർഷിക റിപ്പോർട്ട് കമ്മിറ്റി അംഗങ്ങളൊന്നും, ഒരു വിഭാഗം കമ്മിറ്റി അംഗങ്ങളൊന്നും ഈ റിപ്പോർട്ടിനെ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്തത്? അതിലെ കണക്കുകൾ വ്യക്തതയില്ല. അതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആദ്യമായി ചേരുന്ന ഒരു കമ്മിറ്റിയാണ്, ആദ്യമായി ചേരുന്ന വനിതാ നേതൃത്വമാണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ ഉന്നയിച്ചിട്ടുള്ളത്. 45 ദിവസത്തെ സമയം തരണം. ആ സമയത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ശ്വേതാ മേനോന്റെ നിലപാട്. പക്ഷേ അതിനെ അംഗീകരിക്കാൻ മറ്റൊരു വിഭാഗം തയ്യാറല്ല എന്നുള്ളതാണ്. അതായത് ഒരു വർഷം ഉണ്ടായി എടുക്കേണ്ട ആ റിപ്പോർട്ട് ഒരു ജനറൽ ബോഡിക്ക് ശേഷം 21 ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കണം, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് രജിസ്ട്രാർക്ക് കൈമാറണം എന്നുള്ളതാണ്. ആ നിയമം നിങ്ങൾ പാലിച്ചിട്ടില്ല. ആ നിയമത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു. പിന്നീട് എങ്ങനെ ഇനി സംഘടനയുടെ മുന്നോട്ട് പോക്ക് നടക്കുമെന്നുള്ളതാണ് ഒരു ഭാഗം. മറ്റൊരു ഭാഗം തീർച്ചയായും വികാരഭരിതമായി ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനോ തളർത്താനോ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് മറ്റൊരു വിഭാഗം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ സംഘടനയുടെ മുൻ പ്രസിഡന്റ് കൂടിയാണ് മോഹൻലാൽ. പല പ്രശ്നങ്ങളിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ അങ്ങോട്ടുള്ള പല പ്രശ്നങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പല തവണ ഒളിച്ചുകൂടിയ നടൻ കൂടിയാണ്. പിന്നീട് ഒരിക്കൽ വന്ന് പെട്ടെന്ന് ഞങ്ങളെല്ലാം എങ്ങനെ അന്യരായി പോയി എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് മോഹൻലാൽ ആ സംഘടനയെ വീണ്ടെടുത്തതാണ്. അതിൽ നിന്നാണ് പിന്നീട് വനിതാ നേതൃത്വം കയറുന്നത്. ഇപ്പോൾ അതേ വികാരഭരിതമായ അവസ്ഥയിലേക്കാണ് അമ്മ എന്ന താരസംഘടന പോകുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പലരും പലതും വിളിച്ചു പറഞ്ഞു. സംഘടന ചീഞ്ഞളിഞ്ഞു, സംഘടന നാണം കിട്ടു. അങ്ങനെ സമൂഹത്തിന് മുന്നിൽ വലിയ തരത്തിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ വളരെയധികം മോശമായ ഒരു അവമതിപ്പുണ്ടാക്കാനായി ഈ സംഘടനയ്ക്ക് സാധിച്ചു. അതിനുള്ള ഉത്തരവാദികൾ ഈ സംഘടനയിൽ നിന്നുള്ളവരാണ് എന്ന് തുടങ്ങി പല തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അങ്ങനെ ആ സംഘടനയുടെ ചർച്ച, റിപ്പോർട്ടിന്മേൽ തുടങ്ങി വെച്ച ചർച്ച പിന്നീട് അങ്ങ് നീണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോഴും ഈ റിപ്പോർട്ട് പാസ്സാക്കാൻ ഈ സംഘടനയുടെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ട് പാസ്സാക്കിയതിനു ശേഷം വേണം വിവാദ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ, മറ്റു അജണ്ടകളിലേക്ക് പോകാൻ. അപ്പോൾ ഇതിൽ തന്നെ വാക്പോര് തുടർന്നാൽ എങ്ങനെയായിരിക്കും ഈ യോഗത്തിന്റെ മുന്നോട്ട് പോക്ക് ഷീന? അത് തന്നെയാണ് സൈഫുദ്ദീൻ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള, ഇപ്പോൾ ലഞ്ച് ബ്രേക്കിനായി ഇവർ പിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ മീറ്റിംഗിൽ എങ്ങനെയെങ്കിലും ഈ റിപ്പോർട്ട് പാസ്സാക്കി എടുക്കാനായിരിക്കും നേതൃത്വം ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നേതൃത്വത്തിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. ഈ നേതൃത്വ ഭരണസമിതി മാറേണ്ടി വരും, അവർ ഒഴിഞ്ഞു കൊടുക്കപ്പെടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ആ ഘട്ടത്തിലേക്ക് കടക്കാതെ എങ്ങനെയെങ്കിലും ഈ റിപ്പോർട്ട് പാസ്സാക്കി എടുക്കുക, അതിനുശേഷം മറ്റുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം, അതായത് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും ശരിയല്ലാത്ത ഈ കണക്കുകൾ എങ്ങനെ പാസ്സാക്കി എടുക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം മറുവശത്തുണ്ട്. ഈ ശരിയല്ലാത്ത കണക്കുകൾ വെച്ച് പാസ്സാക്കി എടുക്കാൻ കഴിയാത്ത റിപ്പോർട്ട് വെച്ച് എങ്ങനെ ഒരു ഭരണസമിതിക്ക് തുടരാൻ കഴിയുമെന്നുള്ളത് അടുത്ത ചോദ്യമാണ്. ഒപ്പം തന്നെ പ്രമുഖരായ പലരും ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ആരൊക്കെയാണ് കാര്യമായും വിട്ടുനിൽക്കുന്നത്? അവർ ഈ യോഗം
ബഹിഷ്കരിച്ചു എന്ന് നമ്മൾ കരുതണോ, അതോ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിട്ടുനിന്നു എന്ന് കരുതണമോ? എങ്ങനെയാണ് ഈ യോഗത്തിലെ അസാന്നിധ്യങ്ങളെ എന്ന് വെച്ചാൽ ആബ്സെൻസിനെ നമ്മൾ എടുക്കേണ്ടത്? സൈഫുദ്ദീൻ, നമുക്ക് ഈ വിട്ടുനിന്നു എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, താരസംഘടനയാണ്. ഇതിനു മുൻപും പലരും പല രീതിയിൽ വിട്ടുനിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ താരതമ്യേന ഈ യോഗത്തിൽ ഇറങ്ങിപ്പോകലുകൾ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപ് നടന്ന ജനറൽ ബോഡി യോഗങ്ങളിലെല്ലാം മാധ്യമങ്ങളോട് പ്രതികരിച്ചവർ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞവരെയെല്ലാം ഒറ്റയടിക്ക് ഇറക്കി വിടുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് അവരെയെല്ലാം ഒഴിവാക്കുന്ന ഒരു പ്രവണത കണ്ടുവന്നിരുന്നു. പക്ഷേ ഈ യോഗം തുടങ്ങി, ഇന്ന് രാവിലെ 10 മണി മുതൽ ഈ യോഗം തുടങ്ങി. അത്യാവശ്യം എത്തിച്ചേർന്ന എല്ലാവരും, എല്ലാ പ്രമുഖരും, എല്ലാ താരങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ആ ചർച്ചകളിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്ന യുവതാരങ്ങളിൽ പലരും, കുഞ്ചാക്കോ ബോബനായിക്കോട്ടെ, ടൊവിനോ, അങ്ങനെ തുടങ്ങിയ യുവതാരങ്ങൾ, അനശ്വര രാജൻ, അങ്ങനെ തുടങ്ങിയ നിഖില വിമൽ, അങ്ങനെയുള്ള പല യുവതാരങ്ങളും ജനറൽ ബോഡി യോഗങ്ങളിലൊന്നും പങ്കെടുക്കാൻ താരതമ്യേന എത്താത്ത യുവതാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിട്ടുനിന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവരവിടെ എത്തിച്ചേർന്നിട്ടില്ല. മമ്മൂട്ടിയും സ്ഥലത്തില്ലാത്തതിനാൽ മമ്മൂട്ടിയും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല. മാക്സിമം സുരേഷ് ഗോപി എത്തിച്ചേരും. കേന്ദ്രമന്ത്രിയാണ്, സുരേഷ് ഗോപി എത്തിച്ചേരും. സുരേഷ് ഗോപിയുടെ കൂടി ഡേറ്റ് വെച്ചാണ് 21-ാം തീയതി തീരുമാനിച്ചത് എന്ന് നേരത്തെ തന്നെ കുക്കു പരമേശ്വരൻ അറിയിച്ചിരുന്നു. പക്ഷേ അവർക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കില്ല ഇവർ വിട്ടുനിൽക്കുന്നത്, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം. എന്നിരുന്നാലും ഈ യുവതാരങ്ങൾ പൊതുവെ ജനറൽ ബോഡി മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ വരാറില്ല എന്നുള്ളത് തന്നെയാണ്. യെസ്, എന്തായാലും സംഘടനക്കകത്ത് പുകഞ്ഞു പടർന്ന നിരവധി വിവാദങ്ങളെ തുടർന്ന് ആ വിവാദങ്ങൾക്ക് പിന്നാലെ വന്ന ജനറൽ ബോഡി യോഗത്തിൽ ഇപ്പോൾ ടെനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതി അടക്കമുള്ള അജണ്ടകൾ ചർച്ച ചെയ്യാനുള്ളതാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ വാർഷിക റിപ്പോർട്ടിൽ വലിയ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വലിയ വാക്കുതർക്കം ആ സംഘടനക്കകത്ത് നടക്കുന്നു, ജനറൽ ബോഡിക്കകത്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. തുടർഗതി എന്താകും എന്നുള്ളത് കാത്തിരുന്നു കാണാം.